നമ്മളിന്നേ ഉണ്ടാക്കുന്നത് കുബൂസ് ആണ് കേട്ടോ. നമ്മുടെ അൽഫാമിൻ്റെ കൂടെയൊക്കെ കിട്ടില്ലേ കുബൂസ്. അപ്പോൾ കുബൂസ് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിവിടെ ആദ്യം പഞ്ചസാര ഇട്ടു, എന്നിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാനില്ലേ കുഞ്ഞു വാവുകൾക്കൊക്കെ ആ ചൂടുള്ള വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു കേട്ടോ. ഇനി ഈസ്റ്റ് ഒന്ന് പൊന്താനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ ഈസ്റ്റ് പൊന്തി വരും. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് ബ്ലെൻഡറിലാണ് ചെയ്യുന്നത് കേട്ടോ. ബ്ലെൻഡർ ഇല്ലാത്തവർക്ക് കൈവച്ചിട്ടായാലും ചെയ്യാം. കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ മൈദയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 6 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ 1/4 ടീസ്പൂണിൽ കുറച്ച് ഉപ്പാണ് ഇട്ട കേട്ടോ. പിന്നെ നമ്മത് പൊന്താൻ വെച്ചിരുന്ന ഈസ്റ്റ് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ആവശ്യം വരും. അപ്പോൾ മെഷറിംഗ് കപ്പ് 140 ml കപ്പിൽ 2 കപ്പ് വെള്ളമാണ് എനിക്ക് ആവശ്യമായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ കൈവച്ചാവുമ്പോൾ ഒരു 15 മിനിറ്റ് നല്ലതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഇങ്ങനെ ഇട്ട് നല്ലതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇതിന് നല്ലതോളം കുഴയണം. നല്ലതുപോലെ കുഴഞ്ഞാലാണ് നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതുള്ളവർക്ക് ഇതിൽ ചെയ്യാം, അല്ലെങ്കിൽ നല്ലതുപോലെ കൗണ്ടർ ടോപ്പും ഇട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ല സോഫ്റ്റായി വരുന്നത് നമുക്ക് മനസ്സിലാവും അവസാനം കുഴച്ച് വരുമ്പോൾ. പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണൊക്കെ ഓയിൽ. വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത്, സ്മെല്ലില്ലാത്ത ഓയിൽ ഉപയോഗിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 45 മിനിറ്റ് പൊന്താൻ വെച്ചതിന് ശേഷം കണ്ട നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. ഇനി നമുക്ക് ഓരോ ബൗളുകളാക്കി കുബൂസിന് വേണ്ടി കുഴച്ചെടുക്കാം കേട്ടോ. ചെറിയ ചെറിയ ബൗളുകളാക്കി ആദ്യം കുഴച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ പരത്തില്ലേ അതുപോലെ പരത്തിയെടുക്കണം ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗം ഒരുപോലെ കിട്ടുന്ന രീതിയിൽ പരത്തിയെടുക്കുക. ഞാൻ കൗണ്ടർ ടോപ്പുമ്പോൾ തന്നെയാണ് പരത്തുന്നത്. എല്ലാ ഭാഗം ഒരുപോലെ വരണം കേട്ടോ. നമുക്ക് ചപ്പാത്തിയുടെ പോലെ അങ്ങോട്ട് കിട്ടില്ല, കാരണം മൈദയായി കാരണം ഇതിങ്ങനെ വലിഞ്ഞു വരാൻ ഇത്തിരി പ്രയാസമായിരിക്കും. എന്നാലും കുഴപ്പമില്ല, നന്നായി കിട്ടും കേട്ടോ. അപ്പം അതുപോലെ എല്ലാ കുബൂസും ഇങ്ങനെ പരത്തിയെടുത്തിട്ട് നമ്മൾ ഫ്രൈ പാനിൽ ചുട്ടെടുക്കണം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്. നമുക്ക് അൽഫാമിൻ്റെ കൂടെയാ ചിക്കൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കുബൂസാണ് കേട്ടോ. അപ്പോൾ ശരി.